പിറ്റേ ദിവസം പതിവ് പോലെ എല്ലാവരും ജോഗിങ്ങിന് പോയി. പക്ഷേ പതിവ് പോലെ നിവിയുടെ മുഖത്ത് വലിയ തെളിച്ചമൊന്നുമില്ല. എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ആമി എന്തൊക്കെയോ പറയുന്നുണ്ട്. പക്ഷെ നിവി ഒന്നും കേൾക്കുന്നില്ല. വേറെ ഏതോ ലോകത്താണ്. ധ്രുവ് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും കാരണം അറിയാവുന്നത് കൊണ്ട് തന്നെ ധ്രുവൊന്നും മിണ്ടിയില്ല. അവളുടെ മുഖം തനിക്ക് വേണ്ടിയാണ് വിഷമിച്ചിരിക്കുന്നത് എന്നോർത്തവന് സന്തോഷം തോന്നി. ജോഗിങ് കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ പതിവ് പോലെ കോഫി മേശയിലുണ്ടായിരുന്നു. അതും കുടിച്ച് കോളേജിൽ പോകാൻ ഒരുങ്ങാൻ പോയി. എല്ലാവരും ഒരുങ്ങിക്കഴിഞ്ഞെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ മേശയ്ക്ക് ചുറ്റുമിരുന്നു. കാത്തു നേരത്തെ വന്ന് സ്ഥാനം പിടിച്ചിരുന്നു. നിവിയും ധ്രുവും അവസാനമാണ് വന്നത്. എല്ലാവരും അവരെ തന്നെ നോക്കി. നിവി ഒരു സ്കൈ ബ്ലൂ കുർത്തിയാണ് വേഷം. വൈറ്റ് സിഗരറ്റ് മോഡൽ പാൻറ്റും ഒരു വാച്ചുണ്ട് കയ്യിൽ. കഴുത്തിൽ താലി, ഒരു കുഞ്ഞ് ഡയമണ്ട് സ്റ്റഡ് ചെവിയിൽ, പിന്നെ നെറ്റിയിൽ സിന്ദൂരവും കണ്ണിൽ ഐലൈനർ വരച്ചിട്ടുണ്ട്. ഒരു കുഞ്ഞ് കറുത്ത പൊട്ടും. ധ്രുവ് അതേപോലെ തന്നെ ഒരു സ്കൈ ബ്ലൂ ഷർട്ടും വൈറ്റ് ജീൻസുമാണ്. ധ്രുവ് കയ്യിലെ സ്ലീവ് മടക്കിയാണ് പടിയിറങ്ങി വന്നത്. നിവിക്ക് കാത്തുവിനെ കണ്ടെന്തോ വല്ലായ്മ തോന്നി. കാത്തു നിവിയെ കണ്ടു ആകെ ദേഷ്യത്തിലാണ്. ഇത്രയും ഭംഗി നിവിക്കുണ്ടാകുമെന്ന് അവൾ പ്രതീക്ഷിച്ചില്ല. നിവി ദക്ഷയുടെ അടുത്ത് കിടക്കുന്ന കസേരയിൽ പോയിരുന്നു. ധ്രുവേട്ട, എൻ്റെ അടുത്തിരിക്കും, ഇവിടെ കസേരയുണ്ട്. നിവിയുടെ മുഖം വല്ലാതെ കൂർത്തു. എല്ലാവരും നിവിയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എല്ലാവർക്കും അവളുടെ ഭാവങ്ങൾ കണ്ടു സന്തോഷമാണ് വന്നത്. കാരണം അവൾ ധ്രുവിനെ സ്നേഹിച്ചു തുടങ്ങിയിരിക്കുന്നു. ധ്രുവ് കാത്തുവിൻ്റെ അടുത്തേക്ക് നടന്നു. കാത്തുവിന് ലോകം പിടിച്ചടക്കിയ സന്തോഷമായിരുന്നു. നിവിക്ക് നല്ല കരച്ചിൽ വരുന്നുണ്ട്. ധ്രുവ് പോയി കാത്തുവിൻ്റെ അടുത്തിരുന്ന് കോഫി എടുത്തു. ഇത് നിവേദയുടെ കപ്പ, അവൾ ഇതിലന്ന് കോഫി കുടിക്കുന്നത്. നിവേറെ കപ്പെടുക്ക് കാത്തു. അവളുടെ ഒന്നും മറ്റാരും എടുക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. അതെന്ത് തന്നെ ആയാലും അവൻ വളരെ ഗൗരവത്തോടെ കാത്തുവിനെ കുത്തി തന്നെയാ പറഞ്ഞത് എന്നെല്ലാവർക്കും മനസ്സിലായി. കാത്തുവിൻ്റെ മുഖമാകെ വിളറിപ്പോയി. നിവിക്ക് ലോകം പിടിച്ചടക്കിയ സന്തോഷമായിരുന്നു. ധ്രുവ് നേരെ വന്ന് നിവിയുടെ അടുത്ത് കിടക്കുന്ന കസേരയിലിരുന്നു. ഒന്നും നടക്കാത്തതുപോലെ അവൻ അവൻ്റെ പ്ലേറ്റിൽ 2 ഇഡ്ഡലി എടുത്തു വെച്ചു. നിവിയുടെ പ്ലേറ്റിൽ 3 ദക്ഷയ്ക്ക് 3 എടുത്തു വെച്ചു. അവൻ തന്നെ കറിയും ഒഴിച്ചു. എല്ലാവരും മറ്റെന്തൊക്കെയോ സംസാരിച്ച് കഴിച്ചു കഴിഞ്ഞു. എല്ലാവരും പോകാൻ ഇറങ്ങി. കാത്തു ഷോപ്പിംഗ് എന്ന് പറഞ്ഞിറങ്ങി. നിവിയാകെ ഡെസ്പാവസ്ഥയാണ്. ദക്ഷ എന്തൊക്കെയോ പറഞ്ഞ് ഓക്കെ ആക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ആൾ ഓക്കെ ആകുന്നില്ല. നിവിക്ക് ധ്രുവിനെ കാണണമെന്ന് സംസാരിക്കണമെന്നും തോന്നി. എന്തോ സങ്കടം പൊട്ടി നിൽക്കുന്നു. കാത്തുവിൻ്റെ മുഖം ഓർക്കും തോറും അവൾക്ക് എന്തോ കുറ്റബോധം പോലെ, അർഹതയില്ലാത്ത എന്തോ നീടി കയ്യിൽ വെച്ചേക്കുന്നത് പോലെ. നിവി ഫോൺ എടുത്ത് ധ്രുവിൻ്റെ നമ്പറിൽ വിളിച്ചു. ഹലോ. നിവേദ മിണ്ടാതെ നിന്നു. കണ്ണുകൾ നിറയുന്നു. എന്ത് സംസാരിക്കണം എന്നറിയില്ല. നിവേദ്യ. നിവിയൊന്നും മൂളി. എന്താടോ? അറിയോ? ഓക്കെ അല്ലല്ലോ, ഞാൻ പറഞ്ഞില്ലേ നിവേദി, ആവശ്യമില്ലാത്ത ഓരോന്നിട്ട് മനസ്സിൽ പെരുപ്പിക്കരുതെന്ന്. നീ ചിന്തിക്കുന്ന പോലെ ഒന്നും ആകില്ല പലതും. കഴിച്ചോ? നിവേദ്യ, നല്ല കുട്ടിയായിരുന്നു, പഠിച്ച് വെറുതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടാതെ. നിവേദ്യ, ഞാൻ എപ്പോഴും നിനക്കൊപ്പം ഉണ്ടാകും, മനസ്സിലായോ? ആ ഒരു വാക്ക് മാത്രം മതിയായിരുന്നു അവളുടെ ചുണ്ടിൽ പുഞ്ചിരി ഉണ്ടാകാൻ. അവൾ കോൾ കട്ട് ചെയ്ത് നോക്കിയതും ദക്ഷ അവളെ നോക്കി കയ്യും കെട്ടി തുറച്ച് നോക്കുന്നതാണ് കണ്ടത്. നിവി അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. അയ്യടാ, ഭർത്താവ് പറഞ്ഞില്ല ഭാര്യ ചിരിക്കൂ. ഇത്രയും നേരം ഞാൻ വായിട്ടലച്ച് വെറുതെ. നിവി അവളെ നോക്കി ഒന്ന് കളിച്ചു. ധ്രുവ് ഫോണിൽ നിവിയുടെ ഫോട്ടോ നോക്കി. അതിലവൻ്റെ ചുണ്ടുകൾ പതിപ്പിച്ചു. അവൻ്റെ കണ്ണുകൾ തിളങ്ങുന്നുണ്ടായിരുന്നു. നെഞ്ചിടിപ്പ് കൂടുന്നു. അവൻ വീണ്ടും ആ ഫോട്ടോയിൽ അമർത്തി മുത്തി. മറ്റുള്ളവർ അവനെ ആശ്ചര്യത്തോടെ നോക്കിപ്പോയി. ആദ്യമായാണ് അവൻ ചിരിക്കുന്നതെല്ലാവരും കാണുന്നത്. ധ്രുവിൻ്റെ മനസ്സിൽ അപ്പോൾ ഓടി വന്നതും ആ പഴയ കുറുമ്പിയായിരുന്നു. വെള്ള ഷർട്ടും നീലപ്പാവടയുമാണ് യൂണിഫോം. മുടി 2 വശം തെറ്റിയിട്ടും മടക്കി വയ്ക്കും. റിബൺ വെച്ച് കെട്ടും. ചെവിയുടെ തൊട്ടുമുകളിൽ റിബൺ പൂവ് പോലെ കാണും. ഒരു കറുത്ത പൊട്ട്, കുഞ്ഞി കമ്മലും, അതുമാത്രമാണ് ഒരുക്കം. എപ്പോഴും വായിൽ നാരങ്ങ മിഠായി കാണും. നാരങ്ങ മിഠായി എന്ന് ഉറക്കെ വിളിച്ച്
കളിയാക്കുമ്പോൾ കൂർപ്പിച്ചൊരു നോട്ടമുണ്ട്. മുഖമൊക്കെ വീർപ്പിച്ച് കവിളൊക്കെ ചുവന്ന്. ഉഫ്! ധ്രുവിന് അപ്പോൾ തന്നെ നിവിയെ കാണണമെന്ന് തോന്നി. അതുകൊണ്ട് തന്നെ അവൻ വേഗം ഫോൺ കമത്തി വെച്ചു. ആ മുഖം അവൻ്റെ മനസ്സിൽ അത്രമേൽ ആഴത്തിൽ പതിഞ്ഞിരുന്നു. ഓർക്കുന്തോറും അവൻ്റെ ചുണ്ടിൽ നിറഞ്ഞ ചിരിയും ഹൃദയമിടിപ്പിൻ്റെ താളബോധമില്ലാത്ത ശബ്ദവും അവനെ വേട്ടയാടി. ദക്ഷിയും നിവിയും വീട്ടിൽ വൈകിട്ട് ചെല്ലുമ്പോൾ കാണുന്നത് മഹാദേവിൻ്റെ മടിയിൽ തലവെച്ച് കിടന്ന TV കാണുന്ന കാത്തുവിനെയാണ്. നിവിക്കത് കണ്ടപ്പോൾ ദേഷ്യവും വിഷമവും വന്നു. തൻ്റെ അച്ഛനെ താനും ദക്ഷിയും ധ്രുവും സ്നേഹിച്ചാൽ മതി എന്നുള്ള കുശുമ്പായിരുന്നു. ആകെ മുഖം വീർപ്പിച്ചാണ് ആളകത്ത് കയറിയത്. ആഹാ, നിങ്ങൾ വന്നു? അച്ഛന് നേരത്തെ വന്നു. കാത്തു ഓഫീസിൽ വന്നിരുന്നു. പിന്നെ അവളുടെ കൂടെ വരാൻ വാശി പിടിച്ചപ്പോൾ ഞാനിങ്ങ് പോന്നു. കാത്തു മഹാദേവിൻ്റെ മഴയിൽ നിന്നും തലപൊക്കി എണീറ്റു. അല്ല ദക്ഷി, അങ്ങനെയല്ല. അച്ഛനെ കണ്ടപ്പോൾ ക്ഷീണമുള്ള പോലെ തോന്നി. അതാ ഞാൻ വിളിച്ചുകൊണ്ട് പോകുന്നത്. ഓ! കാത്തു നിവിയോ നോക്കിയിട്ട് മഹാദേവൻ്റെ അടുത്തേക്ക് ചേർന്നിരുന്നു. നിവിയുടെ മുഖമാകെ ചുവന്നു. മോളെന്താ നിവി മിണ്ടാ നിൽക്കുന്നേ? ഞാനെന്ത് മിണ്ടാനാ? ഞാൻ മിണ്ടുന്നത് ആർക്കും കേൾക്കണ്ടല്ലോ. മുഖം കൂർപ്പിച്ച് ചുണ്ട് കൂർപ്പിച്ച് അത്രയും പറഞ്ഞ് നിവി മുകളിലേക്ക് പോയി. ശ്രീദേവി അമ്മ അത് കണ്ടാണ് അടുക്കൽ നിന്ന് വന്നത്. അവർ പുറകെ വിളിച്ചു. കുഞ്ഞെ, കോഫി കൊണ്ടുവന്നു, കുടിച്ചിട്ട് പോ. നിവി തിരിഞ്ഞു പോലും നോക്കാതെ മുന്നോട്ടേക്ക് നടന്നു തന്നെ പറഞ്ഞു. എനിക്കിപ്പോൾ വേണ്ടമ്മേ, നിങ്ങൾ കുടിച്ചോളൂ, ഞാൻ വരാം. ഈ കുഞ്ഞിത് എന്തു പറ്റി? എന്നും വന്നിട്ടെന്നെ കോഫി കുടിക്കുന്നതാണല്ലോ. അത് ഞാൻ അച്ഛൻ്റെ അടുത്തിരിക്കുന്ന കുശുമ്പ് കൊണ്ടാ. വേണ്ടാത്തവർ കുടിക്കണ്ട, അത്രേ ഉള്ളൂ. മഹാദേവൻ അപ്പോഴാണ് കാത്തു പറഞ്ഞത് ആലോചിച്ചത്. മഹാദേവൻ എണീറ്റു. ശ്രീദേവി അമ്മയുടെ കയ്യിൽ നിന്ന് കോഫി മേടിച്ചു. ഞാൻ കൊണ്ടു കൊടുക്കാം. കുശുമ്പി പെണ്ണിന്. അച്ഛൻ എന്തിനാ പോണി? അവൾക്ക് വേണമെങ്കിൽ അവൾ വന്ന് കുടിക്കട്ടെ. അങ്ങനെയല്ല മോളെ, അവൾക്ക് ഞങ്ങളെന്ന് വെച്ച ജീവന. ഞങ്ങളുടെ സ്നേഹം പകത്താർക്കും കൊടുക്കുന്നത് അവൾക്ക് ഇഷ്ടമല്ല. ഇന്നലെ ധ്രുവ് പറഞ്ഞ പോലെ അവളുടേതായ മറ്റൊന്നും ആരും എടുക്കുന്നത് ഞങ്ങൾക്കും ഇഷ്ടമല്ല. ഓ, അപ്പോൾ അച്ഛനും അമ്മയും ദക്ഷിയും ധ്രുവും എൻ്റേതല്ല, അവളുടേത് മാത്രമാണെന്നാണോ? അവൾ എടുത്തടിച്ച് തന്നെ ചോദിച്ചു. അല്ലെന്നല്ല മോളെ, പക്ഷേ അവളുടെ സ്ഥാനമെന്നും അവൾക്ക് മാത്രമായിരിക്കും. അവളെ സ്നേഹിക്കുന്ന പോലെ എനിക്കോ പ്രിയയ്ക്കോ നിന്നെ എന്നല്ല, ധ്രുവിനെയോ ദക്ഷിയോ പോലും സ്നേഹിക്കാൻ പറ്റില്ല. കാത്തുവിനാകെ ദേഷ്യം വന്നു. ചാടി എണീറ്റു. ഇതിന് മാത്രം അവളെ പൂജിക്കാൻ അവൾ ആരാ? ആരാന്ന്? അത്രയും ചോദിച്ചുകൊണ്ട് അവൾ മഹാദേവന്റെ കയ്യിൽ നിന്ന് കോഫി മേടിച്ച് ദൂരേക്ക് എറിഞ്ഞു. എല്ലാവരും മന്ദാളിച്ചു പോയി. കോഫി വീണെടുത്ത് നോക്കിയപ്പോഴാണ് കണ്ടത് ധ്രുവ് വന്ന് നിൽക്കുന്നത്. പക്ഷെ കാത്തു അത് കണ്ടില്ല. വന്നപ്പോൾ തൊട്ട് തുടങ്ങിയതാ അവൾ പുകുത്താൻ. അവൾ ആരാന്ന വിചാരം? അവൾ ആരെവിടത്തെ? എന്നെക്കാൾ കെയർ ചെയ്യാൻ അവൾ ആരാ? കാത്തു ആകെ ദേഷ്യപ്പെട്ടാണ് ചോദിച്ചത്. ഷീസ് മൈ വൈഫ്. ധ്രുവിൻ്റെ ശബ്ദം കേട്ടും കാത്തു ഒന്ന് വിളറി. അവനെ കണ്ടതും അവളാകെ വീർത്തു തുടങ്ങി. ഇത്രയും നാളും ആരുടെ മുന്നിൽ വാശി ദേഷ്യം കാണിച്ചാലും അവൻ്റെ മുന്നിൽ നല്ല കുട്ടിയെ അഭിനയിക്കുമായിരുന്നു. ധ്രുവ് അവളുടെ അടുത്തേക്ക് നടന്നു വന്നു. കാത്തു ആകെ ഒന്ന് പരിഭ്രമിച്ചു. ധ്രുവ് ഒരു ഭാവവ്യത്യാസവും ഇല്ലാതെ തികച്ചും ഗൗരവത്തോടെ തന്നെ ചോദിച്ചു. മനസ്സിലായ കാർത്തിക? നിവേദ്യൻ്റെ ഭാര്യയാണ്. നിവേദ്യ ധ്രുവദക്ഷ്. കാത്തു ആകെ വിളറി. ധ്രുവ് അവളെ കാത്തു എന്ന് മാത്രമേ വിളിക്കുമായിരുന്നുള്ളൂ. ആദ്യമായാണ് അവളെ കാർത്തിക എന്ന് മുഴുവൻ പേര് വിളിച്ച് അവൾ കേൾക്കുന്നത്. എന്തുകൊണ്ടോ അവൾക്ക് നല്ല ദേഷ്യം വന്നു. പക്ഷേ അവൾ സ്വയം നിയന്ത്രിച്ചു നിന്നു. കാർത്തിക, ഇവിടെ വലിച്ചെറിഞ്ഞു പൊട്ടിക്കുന്ന ഓരോ സാധനവും ഇത്രയും നാൾ ശ്രീദേവി അമ്മയാണ് ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ ഞങ്ങളാണ് അതിനു പകരം മറ്റു സാധനങ്ങൾ മേടിച്ച് വെക്കുന്നത്. ബട്ട് ഇനി നീ എറിഞ്ഞു പൊട്ടിക്കുന്നത് നീ തന്നെ ക്ലീൻ ചെയ്യണം. നീ തന്നെ അതിന് പകരം പുതിയത് മേടിച്ച് വെക്കണം, കേട്ടല്ലോ? കാത്തു തലകുനിച്ച് നിന്നു. മഹാദേവന്റെ കയ്യിൽ നിന്നും ധ്രുവ് കോഫി മേടിച്ചു. ഞാൻ കൊടുക്കാം മച്ചാ അവൾക്ക്. ഇപ്പം മുഖം വീർപ്പിച്ചിട്ട് ഇരിപ്പുണ്ടാവും. കോശിമ്പിപ്പാറും ഞാൻ ചെല്ലട്ടെ, കൊടുക്കുന്നുണ്ട് നല്ലത്. അവൻ ആദ്യമായാണ് അങ്ങനെയൊക്കെ പറയുന്നത്, അതും മഹാദേവനോട്. അദ്ദേഹം അവനെ മിഴിച്ചു നോക്കി. കാർത്തിക, വേഗാകട്ടെ, ക്ലീൻ ചെയ്തേക്ക്, അവൻ ഗൗരവത്തോടെ തന്നെ പറഞ്ഞു. ധ്രുവ് കോഫിയുമായി റൂമിലേക്ക് പോയി. കാർത്തിക ദേഷ്യത്തോടെ തന്നെ നിവിയെ പ്രാഗിക്കൊണ്ട് അടുക്കളയിലേക്ക് പോയി. ധ്രുവ് റൂമിലേക്ക് ചെന്നത് നിവി കട്ടിൽ കമന്ന് കിടക്കുന്നതാണ് കണ്ടത്. ധ്രുവ് ഒരു കള്ളച്ചിരിയോടെ അവളുടെ അടുത്തേക്ക് നടന്നു. കോഫി മേശപ്പുറത്ത് വെച്ചിട്ട്
കട്ടിലേക്കിരുന്നു. ആരോ വന്നടുത്തിരിക്കുന്നത് അറിഞ്ഞ് നിവി മിണ്ടാതെ തന്നെ കിടന്നു, കള്ളത്തരം മറയ്ക്കുന്ന പോലെ. പക്ഷേ ധ്രുവിൻ്റെ ശരീരത്തിലെ വാസന അവളുടെ മൂക്കിലേക്ക് ഇരച്ചു കയറി. അതിൽ നിന്ന് തന്നെ അവൾക്ക് മനസ്സിലായി ധ്രുവാണ് വന്നതെന്ന്. നിവി മിണ്ടാതെ കമ്മിന്ന് തന്നെ കിടന്നു. നൂനാൽ താൻ കരയുകയായിരുന്നെന്ന് ധ്രുവിൻ്റെ മനസ്സിലാകുമെന്ന് അവൾക്കറിയാമായിരുന്നു. ധ്രുവ് പതുക്കെ അവളുടെ ചെവിയിലേക്ക് അവൻ്റെ ചുണ്ടുകൾ പതിപ്പിച്ചു. അവൾക്കെന്തോ ദേഹം മുഴുവൻ വിറയ്ക്കുന്ന പോലെ തോന്നി. നെഞ്ചിടിപ്പ് കൂടുന്നു. ധ്രുവ് വളരെ ആർദ്രമായി പറഞ്ഞു, എടി കള്ളിപ്പെണ്ണെ, അടവ് കാണിച്ച് കള്ളടിച്ച് കിടക്കുന്ന മരുതിക്ക് എണീറ്റ്. ധ്രുവിൻ്റെ ശ്വാസം കൂടി അവളെ തഴുകാൻ തുടങ്ങിയതും പിടിച്ചു നിൽക്കാനാകില്ലെന്ന പോലെ അവൾ വേഗം എഴുന്നേറ്റിരുന്നു. കണ്ണുകളൊക്കെ തുടച്ചു. അവൾക്കെന്തോ അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ സാധിച്ചില്ല. അവൾ കുനിഞ്ഞു തന്നെ ഇരുന്നു. ഡി അവൻ്റെ അലർച്ച കേട്ടു അവളൊന്ന് ഞെട്ടി. അപ്പോഴേക്കും സങ്കടമാകെ പൊട്ടി അവൾ കരയാൻ തുടങ്ങി. ധ്രുവ് അവളെ ചേർത്ത് പിടിച്ചു. കുറേ കഴിഞ്ഞിട്ടും കരച്ചിൽ നിന്നില്ല. ഇതൊരു നടക്ക് പോകില്ലെന്ന് ധ്രുവിന് മനസ്സിലായി. ധ്രുവ് കണ്ണുകൾ ഇറക്കി അടിച്ചു. ഒന്ന് ദീർഘശ്വാസം എടുത്തിട്ട് ഒന്നുകൂടെ അലറി, ഡി. നിവി പക്ഷെ പേടിച്ചില്ല. പരാതികൾ എണ്ണി എണ്ണി പറഞ്ഞ് ഏങ്ങിക്കൊണ്ട്, ആർക്കും വേണ്ട, ഞാൻ ആരുമല്ല പോലെ, എന്നെ വേണ്ട, എന്നെ ഇഷ്ടമല്ല, ഞാൻ ആരുമല്ല, എൻ്റെ അച്ഛനാ, എൻ്റെ അമ്മയാ, എൻ്റെ ദക്ഷിയ, അവളേങ്ങി പറഞ്ഞുകൊണ്ടിരുന്നു. ധ്രുവിന് ശരിക്കും ചിരി വന്നു. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അവളിങ്ങനെ പരാതി പറയുന്ന കേട്ട് ധ്രുവ് ചിരി കടിച്ചു പിടിച്ചു. ഗൗരവത്തോടെ പറഞ്ഞു, നിവേദ്യ, നീ എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കും. അവളുടെ ആവശ്യമില്ലാത്ത കുറെ ചിന്തകളും ഞാൻ എപ്പോഴും പറയുന്നതാണ്. ആവശ്യമില്ലാത്ത ഓരോന്ന് ആലോചിച്ച് കൂട്ടരുതെന്ന് കേട്ടല്ലോ. നിവേദ്യ ഒന്നും മിണ്ടാതെ തന്നെ ഇരുന്നു. ദേ 5 മിനിറ്റ് ടൈം തരും, അതിന് ഫ്രഷ് ആയിരിക്കണം കേട്ടല്ലോ, അവൻ ഗൗരവത്തോടെ തന്നെ പറഞ്ഞു. നിവേദ്യ അപ്പോഴും മിണ്ടാതെ തന്നെ ഇരുന്നു. ഡി. ധ്രുവിൻ്റെ അലർച്ചയിൽ അവൾ വിഷമമെല്ലാം മറന്ന് വാഷ്റൂമിലേക്ക് ഓടി. ധ്രുവ് ചിരി കടിച്ചു പിടിച്ചു. പക്ഷേ അവൻ്റെ മനസ്സിലും ഒരു കുഞ്ഞു കുശുമ്പ് തോന്നി. എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ, എൻ്റെ ദക്ഷി, അപ്പം ഞാൻ ആരാ? ചെറിയ കുശുമ്പൂടെ അവൻ ഓർത്തു. ഒറ്റ ദിവസം കൊണ്ട് വീട് മരണ വീട് പോലെ ആയെന്ന് തോന്നി എല്ലാവർക്കും. നിവിയുടെ കളിച്ചിരികളില്ലാത്തത് കാരണം അവളുടെ കുഞ്ഞു വിഷമം വീട്ടിലെ ചുമരുകളെപ്പോലും ബാധിച്ചെന്ന് തോന്നി എല്ലാവർക്കും. നിവി ഫ്രഷായി വന്നപ്പോഴേക്കും ധ്രുവിനെ അവിടെ കണ്ടില്ല. അവൾ അവിടെ ഇരുന്ന് കോഫി എടുത്ത് കുടിച്ചു. ബാൽക്കണിയിലേക്ക് പോയി. കുറച്ച് സമയം കഴിഞ്ഞു ഫോണിലേക്ക് കോൾ വന്നു. അവൾ ഫോൺ എടുത്തു. മറുവശത്തു നിന്ന് കേട്ട ശബ്ദം അവളാകെ തളർത്തിയിരുന്നു. എന്തോ ആ നിമിഷം ഭൂമി പിളർന്ന് താൻ പോയെങ്കിലെന്ന് അവൾ ചിന്തിച്ചു പോയി. ഹലോ. നിവിയാകെ സ്തംഭിച്ചു നിന്നു. വേദു. മഹിയുടെ ശബ്ദം കേൾക്കും തോറും അവൾക്കാകെ വെപ്രാളമെല്ലാമായി. നിവി വേഗം കണ്ണുകൾ മുറുകെ അടച്ചു. അവളുടെ മനസ്സിൽ ധ്രുവിൻ്റെ മുഖം പതിഞ്ഞു. അവൾ ശ്വാസമെന്ന് എടുത്തു വിട്ടു. കണ്ണുകൾ വലിച്ചു തുറന്നു. ഉറച്ച സ്വരത്തിൽ തന്നെ ചോദിച്ചു, ഹലോ, ആരാ? വേദു, ഞാനാ നിൻ്റെ മഹിയിട്ട്. നിനക്ക് മനസ്സിലായോ? ഇല്ല, ഞാൻ അവിടെ നിന്ന് വന്നപ്പോൾ എല്ലാ ബന്ധവും മറന്നു. എനിക്ക് നിങ്ങളെ ആരെയും അറിയുകയുമില്ല. വേദു, എനിക്കറിയാം നീ ഒരുപാട് വിഷമിച്ച ജീവിക്കുന്നെന്ന്. എന്നോട് ക്ഷമിക്കണം. ഞാൻ നോക്കാം നിന്നെ. നിനക്ക് വേണ്ടി ഇപ്പോഴും കാത്തിരിക്കുക ഞാൻ. എന്തിന്? അതിൻ്റെ ഒരു ആവശ്യമില്ല. ഞാൻ സന്തോഷമായാണ് ജീവിക്കുന്നത്. നിങ്ങളായത് തകർക്കരുത്. പ്ലീസ് എൻ്റെ വഴിക്ക് വിട്ടേക്കും. നിവി, നിൻ്റെ അടുത്ത് ആളുണ്ടോ? അതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. നിവി, നീ പേടിക്കേണ്ട ഒന്നുകൊണ്ടും ഞാനുണ്ട്. ഇപ്പം ഞാൻ വയ്ക്കുക. നിന്നെ നാളെ വന്ന് ഞാൻ കണ്ടോളാം. അപ്പോൾ തന്നെ അവിടെ കോൾ കട്ടായി. നിവിക്കാകെ വട്ടാകുന്ന പോലെ തോന്നി. അവൾ ഫോൺ എടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ട് ആ ദേഷ്യത്തോടെ തന്നെ കോഫി കൊണ്ട് താഴേക്ക് ഇറങ്ങി. മുകളിൽ നിന്നപ്പോൾ തന്നെ കണ്ടു ഹാളിൽ എല്ലാവരും ഇരിക്കുന്നത്. നിവി കോഫി എടുത്ത് താഴേക്ക് വന്നതും കാത്തു കിട്ടിയെന്നും പോരെന്ന പോലെ നിവിയെ മുരുണ്ട് നോക്കി. കാരണം കൊച്ചിന് കിട്ടിയ പണി അങ്ങനെയാണല്ലോ. ഹാള് മുഴുവൻ ഒറ്റയ്ക്ക് തന്നെ ക്ലീൻ ചെയ്തില്ലേ. നിവി അതൊന്നും മൈൻഡ് ചെയ്യാതെ മഹാദേവൻ്റെ അടുത്തേക്ക് നടന്നു. ധ്രുവാണെങ്കിൽ ഫോണിൽ കോൾ വന്നു. പുറത്തേക്ക് പോയി. ഇതാണ് അവസരമെന്ന് മനസ്സിലായ കാത്തു അവൾ നടന്നു വന്നപ്പോൾ സോഫയിൽ ഇരുന്നു കൊണ്ട് തന്നെ കാൽ നീട്ടി. കാത്തുവിൻ്റെ കാലിൽ തട്ടി നിവി വീഴാൻ പോയി. അവളുടെ കയ്യിലുണ്ടായിരുന്ന ബ്ലാക്ക് കോഫി മഹാദേവൻ്റെ പുറത്തേക്ക് വീണു. മഹാദേവൻ ചാടി എഴുന്നേറ്റു.
നിവി ഭാഗ്യത്തിന് നിലത്ത് വീണില്ല. വിവേകം കപ്പ് മാറ്റി വെച്ചിട്ട് മഹാദേവന്റെ ഷർട്ടിലേക്ക് ഓഫീസ് ടൈം തുടച്ച് മാറ്റാൻ തുടങ്ങി. സോറി അച്ഛ, ഞാൻ അറിയാതെ, സോറി. അപ്പോഴേക്കും അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. സാരില്ല മോളി, എൻ്റെ മോൾ അറിയാതല്ലേ, പോട്ടെ. അദ്ദേഹം അരുമയായി അവളെ തലോടി പറഞ്ഞു. കാത്തുധ്രുവിനെ നോക്കി. അവൻ പുറത്തന്നാണെന്ന് ഉറപ്പ് വരുത്തി. എന്ത് സാരില്ല, നിനക്ക് കണ്ണ് കണ്ടൂടെ, നോക്കി പൊക്കൂടെ. ഞാൻ ഇപ്പോൾ ഇവിടെ ക്ലീൻ ചെയ്തേ ഉള്ളൂ, മരുതിക്ക് ഇവിടെ ക്ലീൻ ചെയ്യും. നിവി ആകെ സമനില തെറ്റി നിൽക്കുമായിരുന്നു. നിവി അവളുടെ നേരെ ചീറ്റി. നിനക്കെന്താ പ്രശ്നം? എൻ്റെ അച്ഛനെ കുഴപ്പമില്ലെങ്കിൽ നിനക്ക് പിന്നെ എന്താടി? ദേ പെണ്ണെ, നിന്റെ ഡ്രാമയ്ക്ക് എൻ്റെ അടുത്ത് കാണിച്ചോണ്ടല്ലോ വാ അടച്ചിരുന്നതിൻ്റെ പേരിൽ ജീവിതം തുലച്ചിരുന്നവളെ ഞാൻ. അവിടെ നിന്ന് എൻ്റെ ഭർത്താവ് താലി കിട്ടി എന്നെ വീണ്ടും ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത്. എനിക്ക് ജീവിക്കണം, ഇനിയും ജീവിതം തുറക്കാൻ ആഗ്രഹമില്ല. ഞാൻ പ്രതികരിക്കില്ലെന്ന് വല്ല വിചാരം നിനക്കൊണ്ട് കാർത്തിക? അതിൻ്റെ വെറും തോന്നലാ. സോ ഇനി നിന്റെ കാര്യം നോക്കി നടന്നാൽ നിനക്ക് കൊള്ളാം. എൻ്റെയും എൻ്റെ വീട്ടുകാരുടെയും ഇടയിൽ കയറി കളിക്കാൻ വന്നാ നിന്റെ പല്ലിൻ്റെ എണ്ണം കുറയും, ഓർത്തോ. ശരിക്കും എല്ലാവരും അന്താളിച്ചു പോയി. ഇത്രയും പറഞ്ഞിട്ടാണ് അവളൊന്ന് ശ്വാസം പോലെ എടുത്തത്. നിവി എല്ലാവരെയും നോക്കി. എല്ലാവരും അവൾ അന്തം വിട്ട് നോക്കുന്ന കണ്ട് അവൾ ഉറക്കെ പറഞ്ഞു,